7 ഓഗസ്റ്റ് 2024 പേപ്പറിൽ ഫസ്റ്റ് പേജിൽ കണ്ടൊരു വാർത്തയത്. വൈദ്യുതി നിരക്ക് കൂട്ടണം, ശുപാർശയുമായി ബോർഡ്. എങ്ങനെയുണ്ട്? ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ലൊക്കെ കൂടിയപ്പോൾ നമ്മൾ പുതിയൊരു സോളാർ വെച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണെന്ന് കാണിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, നമ്മുടെ വീണ്ടും ഷീറ്റ് ഇട്ടുണ്ട്. ഷീറ്റിൻ്റെ മുകളിലായിട്ടാണ് ഇത് ഫിക്സ് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നേക്കുന്നത് 2,20,000 ആണ്. പിന്നെ 5,000 രൂപ എക്സ്ട്രാ മീറ്റർ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2,25,000. ഇതിൽ 78,000 രൂപ നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നതാണ്. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. കാലത്ത് അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മഞ്ഞൊക്കെ ഒന്ന് വീണുണ്ട് കേട്ടോ. ഇത് മറ്റേ ഇടിവെട്ട് കാര്യങ്ങളൊക്കെ തടയാനുള്ള ചാലകം. എല്ലാം നമുക്ക് വെച്ചേക്കുന്നത് 6 പാനലാണ്. 3.3 കിലോ വാട്ടിൻ്റെ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഇവർ വന്നിട്ട് നമുക്ക് ഈ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. ഈ മുകളിലേക്ക് കയറാനുള്ള ഈ പടികൾ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് വെച്ച് തന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ഈ പാനൽ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടിറക്കി വേറൊരു ദിവസം വന്നിട്ട് ഇത് ഫിക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 2 ദിവസത്തെ പണിയുള്ളൂ. അപ്പോൾ അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂരിലെ എവർഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ 3.3 കിലോ വാട്ടിൻ്റെയാണ്. അപ്പോൾ 5,000 രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്നവർക്ക് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് മുകളിലൊക്കെ പോവുകയാണെങ്കിൽ 5 കിലോ വാട്ട് ആണ് വരുന്നത്. അപ്പോൾ അത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ ഇലക്ട്രിക് വെഹിക്കിൾ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ അത്. KCBയിൽ നമ്മൾ മീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് വൈകിക്കൊണ്ടാണ് നമുക്ക് ഏകദേശം 1 മാസത്തോളം സമയം എടുത്തു കേട്ടോ. ഇത് കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്നായേനെ. 2-3 പ്രാവശ്യം KCBയിൽ പോയി പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് കണക്ഷനൊക്കെ ഇന്നലെ കിട്ടിയത്. പിന്നെ നമുക്കിത് ഇതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്തോരം പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഒരു ദിവസം നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അതിൽ കൃത്യമായിട്ട് അറിയാനൊക്കെ പറ്റും. പിന്നെ ഉണ്ടല്ലേ, ഈ സെൻട്രലിലൂടെയൊക്കെ നമുക്കൊരു പാത്തൊക്കെ ഇട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനും കാര്യത്തിനൊക്കെ ഇതിൽ കൂടെ നടന്നു പോയിട്ട് നമുക്ക് 2 സൈഡ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വർക്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇവിടെ ഷീറ്റ് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഷീറ്റ് കാര്യങ്ങൾ ഇട്ടേക്കുന്നത്. അപ്പോൾ മിക്ക വീഡിയോയിലും കണ്ടേക്കുന്നത് ഇതിൻ്റെ ഈ ഭാഗത്ത് ഏതെങ്കിലും ഈ ഭാഗത്ത് അവർ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റെയർകേസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ലീക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ അവരത് പുറത്തേക്കൂടെ നമുക്ക് ഇട്ട് തന്നു. അപ്പോൾ പിന്നെ ഭാവിയിലിന് വല്ല വെള്ള ലീക്ക് കാര്യങ്ങളൊക്കെ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാകുന്നുള്ള പേടി കാര്യങ്ങളൊക്കെ പോയി കിട്ടി. മുകളിൽ നിന്ന് സോളാറിൽ നിന്നുള്ള കണക്ഷൻ നേരെ താഴത്തേക്ക് വന്നിട്ട് നേരെ വരുന്നത് ഫസ്റ്റത്തെ ബോക്സ് ആയിട്ടുള്ള DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്കാണ്. അവിടെ നിന്ന് പിന്നെ ഇൻവെർട്ടറിൻ്റെ ഇതിലേക്ക് വരും. അതിലിപ്പോൾ 77 വോൾട്ട് 81 വോൾട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇതിപ്പോൾ കാലത്തായതുകൊണ്ടാണ് കേട്ടോ, സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്തുള്ള കറണ്ടിൻ്റെ പ്രൊഡക്ഷനാണ് ഈ കാണിക്കുന്നത്. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വേറൊരു മീറ്റർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു കമ്പനി വെച്ച് തരുന്നതാണ്. പിന്നെ അതിൽ നിന്ന് ഉള്ള കണക്ഷൻ വന്നിട്ടാണ് KCBയുടെ മീറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മീറ്റർ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുത്തത്. അപ്പോൾ അവിടെ KCBയിൽ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് കൊടുത്തതാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ മീറ്റർ റെൻ്റ് ഉണ്ടാവില്ല. മീറ്റർ നമ്മൾ പുറത്തുനിന്ന് നമ്മളെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ, അതുകൊണ്ട് ആ മീറ്റർ റെൻ്റ് കാര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ മീറ്ററിന് നമുക്ക് വന്നേക്കുന്നത് 5000 രൂപയാണ്. ഇത് KSEBിൽ കൊണ്ട് കൊടുക്കുക, പിന്നെ അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് കണക്ഷൻ തരും. അതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്തവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ഇടാം. ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കപ്പോൾ അതിൽ നിന്ന് അവർ വിളിക്കുക, അവരെ സേവനങ്ങളൊക്കെ വേണമെങ്കിൽ അവർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ നല്ലതാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വർക്കും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു.